യേശുവേ സ്തുതി, യേശുവേ ആരാധന, ആവേ മരിയാം. എൻ്റെ പേര് നീന ജോസഫ്. ഞാൻ വരുന്നത് എറണാകുളത്തു നിന്നാണ്. ഇന്നേ ദിവസം ഈ അൽത്താരയുടെ മുന്നിൽ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ പരിശുദ്ധമായ സ്ഥലത്ത് നിന്ന് ഈ ഒരു സാക്ഷ്യം പറയാൻ കിട്ടിയ വലിയ അനുഗ്രഹത്തിന് അമ്മയോടും ഈശോയോടും നന്ദി പറയുന്നു. മാർച്ച് 1 2023 കഴിഞ്ഞ വർഷമാണ് ഞാൻ ഉടമ്പടി എടുക്കുന്നത്. അമ്മയെ എൻ്റെ 6 നിയോഗവും എഴുതി ഞാൻ ഏൽപ്പിച്ചു. എന്നാലിപ്പോൾ ഞാനിവിടെ നിൽക്കുന്നത് എൻ്റെ ഉടമ്പടിയിൽ എഴുതിയ ഒരു നിയോഗത്തിന് സാക്ഷ്യം പറയാനല്ല, അതിനും വലിയൊരു അനുഗ്രഹത്തിന് വേണ്ടിയാണ്. എൻ്റെ കൂടെ നിൽക്കുന്നത് ബിയോൺ. ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ടാണ്. പക്ഷെ ഇപ്പം ഫാമിലി പോലെ തന്നെയാണ്, എൻ്റെ അനിയനെ പോലെ തന്നെ. ഈ വർഷം ജാനുവരി 18 2024 ബിയോണിന് ഒരു വലിയ ആക്സിഡൻറ്റ്, കോളേജിൽ നിന്ന് തിരിച്ച് വരുമ്പോൾ ഒരു വലിയ ആക്സിഡൻറ്റ് ഉണ്ടായി. സ്കൂട്ടറിൽ വരുന്ന വഴി വണ്ടി ഇടിക്കുകയും വണ്ടിക്കടിയിൽ പോവുകയും ആ സമയം മുതലേ ക്രിട്ടിക്കലായിരുന്നു. ഞാൻ ഇതറിയണത് ഒരു ദിവസം കഴിയുമ്പോഴാണ്. അപ്പോഴേക്ക് ബിയോണിനെ അവർ ഹോസ്പിറ്റലിൽ എത്തിച്ചു. എറണാകുളം ആസ്റ്റർ മെഡിസിറ്റിയിലായിരുന്നു, ICUവിൽ. ബോധമില്ലായിരുന്നു, കോൺഷ്യസ് അല്ലായിരുന്നു ആൾ. എൻ്റെ ഫാദർ എൻ്റെ ഫോണിലേക്ക് ഈ മെസ്സേജ് ഫോർവേഡ് ചെയ്യുകയും ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ഉച്ചയ്ക്ക് 3 മണി പ്രാർത്ഥന കഴിഞ്ഞിട്ടാണ് എനിക്ക് ഈ മെസ്സേജ് കിട്ടുന്നത്. കണ്ടതും ഞാൻ പ്രാർത്ഥിക്കണമെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞ് ആണ് എൻ്റെ അടുത്ത് പറയണത്, ഇത് ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ടിൻ്റെ മകനാണ് ആക്സിഡൻ്റ് ആയേക്കണേന്നുള്ളത്. പെട്ടെന്ന് തന്നെ ഭയങ്കര ഒരു വിഷമം തോന്നി, ഒരു സങ്കടം, നമ്മുടെ ആർക്കും എന്തോ പറ്റിയ പോലത്തെ ഒരു വിഷമം തോന്നി. ഞാനത് അറിയണത് ഒരു ദിവസം കഴിഞ്ഞിട്ടാണ്. അപ്പോൾ മുതൽ പ്രാർത്ഥിക്കുവാണ്. അറിയണവർക്കൊക്കെ ഈ ഒരു മെസ്സേജ് ഫോർവേഡ് ചെയ്യുകയും അവരോടൊക്കെ പ്രാർത്ഥന ആവശ്യപ്പെടുവാണ്. അപ്പം അന്നേ ദിവസം രാവിലെ വിശുദ്ധ കുർബാന കൂടാൻ പറ്റിയില്ല. അപ്പം വൈകുന്നേരം വിശുദ്ധ കുർബാന കഴിഞ്ഞിട്ട് പെട്ടെന്ന് മനസ്സിൽ തോന്നി എനിക്ക് പോയി ഹോസ്പിറ്റലിൽ കാണണം എന്നുള്ളത്. അപ്പോൾ ഞാൻ ഉടമ്പടിയിലിരിക്കുകയാണ്. അങ്ങനെ ഞാൻ ഹോസ്പിറ്റലിൽ പോകാൻ തീരുമാനിച്ചു. എൻ്റെ കയ്യിൽ ഉടമ്പടി തൈലം ഉണ്ടായിരുന്നു, പിന്നെ എൻ്റെ കാശുരൂപവും. ഞാനല്ലാതെ ഇവിടെ നിന്ന് മേടിച്ചിരുന്ന കാശുരൂപങ്ങളും എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പം ഞാനതൊരു വെന്നിങ്ങയിൽ ആ കാശുരൂപം ഇട്ട് അത് കയ്യിലെടുത്തു. മാതാവിൻ്റെ ഒരു ഫോട്ടോ ഇവിടെ നിന്ന് മേടിച്ചതും എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഇതെല്ലാം ആയിട്ട് ഞാൻ അന്ന് ഹോസ്പിറ്റലിൽ ചെന്നു. അതായത് ആക്സിഡൻറ്റ് നടന്നതിൻ്റെ 2 ദിവസം കഴിഞ്ഞിട്ട്. അപ്പോൾ അതുവരെയും ആൾ കോൺഷ്യസ് അല്ല, തിരിച്ച് കിട്ടാനൊരു സാധ്യതയില്ല എന്ന് പറഞ്ഞൊരു കണ്ടീഷനിലായിരുന്നു. 5% ഡോക്ടർ പറഞ്ഞിരുന്നത്. അതിലൊരു ഹോപ്പും ഉണ്ടായിരുന്നില്ല. ഇതൊന്നും എനിക്കറിയില്ലായിരുന്നു. ഞാൻ വളരെ കുറച്ച് വിവരങ്ങൾ അറിഞ്ഞുകൊണ്ടാണ് അവിടെ ചെല്ലണത്. ഞാൻ ചെല്ലുമ്പോൾ രാത്രി ഏകദേശം 8-9 മണിയായിരുന്നു. ICUവിൽ ഇത്രയും ക്രിട്ടിക്കലായി കിടക്കുന്ന ഒരവസ്ഥയിൽ ഒരിക്കലും അവർ കയറ്റില്ല. പക്ഷേ എന്തോ കാരണത്താൽ ഞാൻ പ്രാർത്ഥിച്ചു, അമ്മ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്നെ അവിടെ കയറ്റണം, ഞാൻ മാത്രമല്ല എൻ്റെ കൂടെ അമ്മയും വരണം എന്ന് തന്നെ ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പം ഒരാളെ അവർ കയറ്റുള്ളൂ. അപ്പം എന്നെ ഒറ്റയ്ക്കാണ് അവരകത്തേക്ക് കയറ്റിയത്. എൻ്റെ കയ്യിൽ ഉടമ്പടി തൈലം ഉണ്ടായിരുന്നു, എൻ്റെ കാശുരൂപം ഉണ്ടായിരുന്നു, പിന്നെ എൻ്റെ ഈ ഫോട്ടോ, കൃപാസന മാതാവിൻ്റെ ഒരു ഫോട്ടോയും ഞാനിവിടെ നിന്ന് മേടിച്ച ആ ഒരു ചെറിയൊരു കാശുരൂപവും ഉണ്ടായിരുന്നു. ഞാനകത്ത് ചെന്ന് ബിയോണിൻ്റെ പേര് വിളിക്കുമ്പം ബിയോൺ മനസ്സിലാവണില്ല, കേൾക്കണില്ല. 2 തവണ വിളിച്ചു, കേട്ടില്ല. പിന്നീട് ഞാൻ അവിടെ നിന്ന് പ്രാർത്ഥിക്കുകയും ഈ തൈലം നെറ്റിയിലും നെഞ്ചിലും 2 കൈയുടെ അകത്തും 2 കാലിലും കുരിശ് വരച്ചു. എന്നിട്ട് എൻ്റെ കാശുരൂപം നെഞ്ചിൽ വെച്ച് പ്രാർത്ഥിച്ചു. പിന്നീട് ഈ കൃപാസന മാതാവിൻ്റെ ഫോട്ടോയും ആ വെന്തിങ്ങയും പില്ലോ സൈഡിൽ, തലയുടെ സൈഡിൽ വെച്ചിട്ട് ബെഡ് സൈഡ് നഴ്സിനോട് അത് അവിടെ നിന്ന് മാറ്റരുത്, അത് അവിടെ ഇരിക്കണം എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് ഞാൻ ഇറങ്ങി വന്നു. ഞാൻ ഇറങ്ങി വന്നിട്ട് ഞാൻ ആൻറ്റിയോടും അങ്കിളോട് സംസാരിച്ചു. അവൻ കുഴപ്പമില്ല, തിരിച്ചു വരും, ഞാൻ ഇവിടെ വന്ന് അവനെ കൂട്ടി സാക്ഷ്യം പറയും എന്നാണ് ഞാൻ അമ്മയോട് പറഞ്ഞേക്കണേന്നാണ് പറഞ്ഞത്. പിറ്റേ ദിവസം രാവിലെ ഞാനിത് തന്നെയായിരുന്നു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. പിറ്റേ ദിവസം രാവിലെ ഞാൻ അറിയണത്, എന്നെ അങ്കിളെ വിളിച്ച് പറയണത്, അവൻ പെട്ടെന്ന് കോൺഷ്യസ് ആയി. 2 ദിവസമായിട്ടും കോൺഷ്യസ് അല്ലാതെ, ഒരു റെസ്പോൺസും ഇല്ലാതെ, നമുക്ക് തിരിച്ച് കിട്ടില്ല എന്ന് പറഞ്ഞ് 5% ചാൻസ് പറഞ്ഞിരുന്ന ഒരാൾ പിറ്റേ ദിവസം പെട്ടെന്ന് കോൺഷ്യസ് ആവുകയും അവൻ്റെ ലങ്സിൽ എയർ കയറിയിട്ട് ന്യൂമോതൊറാക്സ് എന്ന് പറയും. അപ്പം എയർ പുറത്തേക്ക് പോകാൻ പറ്റാത്ത, റിലീസ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. അപ്പോൾ അത് ട്യൂബിട്ട് കളയേണ്ടി വരും എന്ന് പറഞ്ഞു. പക്ഷെ അതും തനിയെ റിലീസായി. CSF ലീക്ക്, ബ്രെയിൻ ഫ്ലൂയിഡിൻ്റെ ലീക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു കോംപ്ലിക്കേഷൻ അവരാദ്യമേ പറഞ്ഞിരുന്നു. അപ്പം അങ്ങനെയാണെങ്കിൽ സർജറി ചെയ്യാനും പറ്റില്ല എന്ന് പറഞ്ഞു, കാരണം മുഖത്ത് മൾട്ടിപ്പിൾ ഫ്രാക്ചറായിരുന്നു. അപ്പോൾ ഇത് രണ്ടും ഈ തലേ ദിവസം രാത്രി ഞാൻ പോയതിൻ്റെ പിറ്റേ ദിവസം രാവിലെ ഈ ബ്രെയിൻ ഫ്ലൂയിഡ് സ്റ്റോപ്പ് ആവുകയും ചെയ്തു, എയർ തനിയെ റിലീസ് ആവുകയും ചെയ്തു, ആൾ കോൺഷ്യസ് ആവുകയും ചെയ്തു. അവൻ കോൺഷ്യസായി ആദ്യം ആൻറ്റീനെ ചോദിച്ചു എന്നാണ് ഞാൻ അറിഞ്ഞത്, ബിയോണിൻ്റെ അമ്മേനെ. അങ്ങനെ ആൻറ്റി അകത്ത് വന്നു. അവൻ ആൻറ്റിയുടെ കയ്യിൽ പിടിച്ചു. ഒന്നും
സംസാരിക്കാൻ പറ്റിയില്ല എന്നാണ് ഞാൻ അറിഞ്ഞത്. എന്നിട്ട് ആൻറ്റിയുടെ നെഞ്ചിൽ കുരിശ് വരച്ചു. അപ്പം അത് തന്നെ അമ്മ, ഞാൻ തലേ ദിവസം പോയി അവൻ്റെ നെഞ്ചിൽ ആ കുരിശ് വരച്ചതിൻ്റെ ആ ഒരു അടയാളമായിരിക്കാം അവനാ കാണിച്ചതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ പ്രാർത്ഥിച്ചതും അങ്ങനെയാണ്. ഞാൻ ഈ ICUലേക്ക് കയറുമ്പോൾ എൻ്റെ കൂടെ അമ്മ വരണം, തിരിച്ച് ഞാൻ ഇറങ്ങുമ്പോൾ എൻ്റെ കൂടെ അമ്മ ഉണ്ടാവരുത്, അമ്മ അവൻ്റെ കൂടെ തന്നെ നിന്ന് അവനെ ശുശ്രൂഷിച്ച് പഴയ പോലെ ആക്കി കൊണ്ടുവരണം എന്നാണ് ഞാൻ പ്രാർത്ഥിച്ചത്. അപ്പോൾ അതുപോലെ തന്നെയായിരുന്നു. പെട്ടെന്ന് തന്നെ ഇത്രയും റെസ്പോൺസ് വന്നപ്പം ഡോക്ടേഴ്സ് പറഞ്ഞു നമുക്ക് സർജറി ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ പെട്ടെന്ന് സർജറി ചെയ്യുമായിരുന്നു. പിറ്റേ ദിവസം രാവിലെ, സൺഡേ ആയിരുന്നു, ഒരു 6-7 മണിക്കൂറിൻ്റെ സർജറി. മുഖത്ത് ഇഷ്ടംപോലെ ഫ്രാക്ചർ ഉണ്ടായിരുന്നു. അതുപോലെ കയ്യിലും കാലിലും ഒക്കെ മസിൽ ടയർ ഉണ്ടായിരുന്നു. അതെല്ലാം ഒരു സർജറിയിൽ തന്നെ അവർ എല്ലാം ഒരേ ദിവസം തന്നെ ചെയ്തു. പിന്നീട് അവർ വീണ്ടും ICUലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ആൾ ബെറ്ററായി വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ചെറിയൊരു ബ്രീതിങ് ട്രബിൾ ഉണ്ടായിരുന്നതുകൊണ്ട് വീണ്ടും വെന്റിലേറ്ററിലേക്ക് കയറ്റേണ്ടി വരുമെന്ന് പറഞ്ഞു. ഒരു ദിവസം കയറ്റി. അന്ന് വീണ്ടും ഞാൻ വന്നു, പ്രാർത്ഥിച്ചു. ഇതുപോലെ തന്നെ കാശുരൂപമൊക്കെ വെച്ച് പ്രാർത്ഥിച്ചു. നെക്സ്റ്റ് ഡേ അവൻ വീണ്ടും ഓക്കെ ആയി. പിന്നെ അധികം താമസമില്ലാണ്ട് 2-3 ദിവസത്തിനുള്ളിൽ വേറെ ഇൻഫെക്ഷനൊന്നും ഇല്ലാത്ത കണ്ടീഷനാണെന്ന് അവർ സ്റ്റേറ്റ് ചെയ്തു. അപ്പം റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. 18 ദിവസം കൊണ്ട് അവൻ ഡിസ്ചാർജ് ആവുകയും ചെയ്തു. ഇത് വലിയൊരു അനുഗ്രഹമാണ്. കാരണം ഒരിക്കലും ഇയാളെ തിരിച്ച് കിട്ടുമെന്ന് പ്രതീക്ഷയല്ല. വണ്ടിക്ക് അടിയിൽ പോയി പോണ വഴിക്കുമൊക്കെ ബ്ലഡ് ഛർദ്ദിച്ചുകൊണ്ടിരുന്ന ആളാണ്. അപ്പോൾ അങ്ങനെ അത്രയും ഒരു ക്രിട്ടിക്കൽ അവസ്ഥയായിരുന്നു. പിന്നെ ഇത് കഴിഞ്ഞിട്ടായാലും ഡോക്ടേഴ്സ് പറഞ്ഞത് അറ്റ്ലീസ്റ്റ് 3 മാസമെങ്കിലും എടുക്കും ആളെ പഴയ അവസ്ഥയിൽ തിരിച്ച് കിട്ടാമെന്ന്. പക്ഷെ 1 മാസം കൊണ്ട് തന്നെ ആൾ എല്ലാം ചെയ്തു തുടങ്ങി. പഴയ ഒരു നമ്മുടെ നോർമൽ സ്റ്റേറ്റിലേക്ക് ആൾ തിരിച്ചെത്തി. കഴിഞ്ഞ ദുഃഖവെള്ളിക്ക് തലേ ദിവസം മലയാറ്റൂർ പോയി കുരിശൊക്കെ എടുത്ത് കുരിശ് മല കയറി. അങ്ങനെ ഒത്തിരി വലിയൊരു അനുഗ്രഹമാണ് ഈശോയും അമ്മയും കൂടി തന്നത്. രണ്ടാമത്തെ എനിക്ക് കിട്ടിയ ഒരു വലിയ അനുഗ്രഹം എന്ന് പറയുന്നത്, ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത് ആദ്യം ഞാൻ ഈശോയോട് പ്രാർത്ഥിച്ചത് എനിക്ക് മുട്ടുകുത്തി പ്രാർത്ഥിക്കാൻ പറ്റണേ എന്നുള്ളതാണ്. കാരണം അതിന് മുന്നേ ഓൾമോസ്റ്റ് ഒരു 4 ഇയേഴ്സോളം എൻ്റെ നീ ഇഞ്ചേർഡായിരുന്നു. അപ്പം അത് കാരണം എനിക്ക് മുട്ടുകുത്താൻ പേടിയായിരുന്നു. അപ്പം മുട്ടുകുത്തി പ്രാർത്ഥിക്കാൻ പറ്റുമോ എന്നുള്ളതായിരുന്നു. അപ്പോൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഞാൻ ആദ്യം പ്രാർത്ഥിച്ചത് അതാ, എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റണം, അപ്പോൾ എനിക്ക് മുട്ടുകുത്താൻ പറ്റണം എന്നുള്ളതാണ്. ഞാൻ മാർച്ചിൽ കഴിഞ്ഞ വർഷം ഉടമ്പടി എടുത്തു. ഏപ്രിലിൽ തുടങ്ങി എനിക്ക് അത് സാധിക്കാൻ തുടങ്ങി. എത്ര നേരം വേണമെങ്കിലും എനിക്ക് മുട്ടുകുത്തി പ്രാർത്ഥിക്കാനും ജപമാല ചെല്ലാനും ഒക്കെ സാധിക്കുമായിരുന്നു. ഇന്ന് വരെയും അതങ്ങനെ തന്നെ സാധിച്ചു. അങ്ങനെ ഒരു വലിയ അനുഗ്രഹം എനിക്ക് അമ്മ ഈശോയിൽ നിന്ന് നേടിത്തന്നു. അതുപോലെ തന്നെ എനിക്ക് കിട്ടിയൊരു രോഗസൗഖ്യമാണ്. എനിക്ക് എൻ്റെ പീരിയഡ്സ് ഇറഗുലറായിരുന്നു. ഓൾമോസ്റ്റ് എൻ്റെ ആ സൈക്കിള് എപ്പോഴും ഒരുപോലെയല്ല. അപ്പം ഞാൻ ആ ഒരു കാര്യത്തിൽ ഞാൻ സ്ട്രെസ്ഡ് ആയിരുന്നു. അപ്പം കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് മാസങ്ങൾ എനിക്കത് ഒട്ടും തന്നെ വരാത്തൊരവസ്ഥ വന്നു. അപ്പോൾ അത് ഞാൻ നിയോഗത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ദിവസം ഉടമ്പടി ധ്യാനം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ, ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഉടമ്പടി ധ്യാനം കണ്ടുകൊണ്ടിരിക്കുമ്പം 7th ജൂലൈ എന്നൊരു ഡേറ്റ് എനിക്കിങ്ങനെ പെട്ടെന്ന് മനസ്സിൽ വന്നു. ആ ദിവസം കറക്റ്റായിട്ട് ആ 7th ജൂലൈയിൽ തന്നെയാണ് എൻ്റെ ഈ സൈക്കിൾ കറക്റ്റായത്. ജൂലൈ 7, 2023. അന്ന് മുതൽ ഇന്ന് വരെ ഇപ്പോൾ 1 വർഷമായിട്ടും എനിക്കത് കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഞാൻ ഉടമ്പടി തൈലം വെച്ച് കുരിശ് വരച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. പിന്നെ എൻ്റെ ഫാദറിൻ്റെ ഒരു പ്ലോട്ട് ഓൾമോസ്റ്റ് 5 ഇയേഴ്സായിട്ട് നമ്മളത് സെൽ ചെയ്യാൻ നോക്കിയിട്ട് അത് നടക്കുന്നുണ്ടായിരുന്നില്ല. പല കാരണങ്ങളാൽ ആൾക്കാർ വന്ന് കാണും, നോക്കും, അത് വിറ്റ് പോകുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഇപ്പോൾ 1 വർഷം കഴിഞ്ഞ് ലാസ്റ്റ് മന്താണ് അത് സെയിലായത്. അത് ഞാൻ ആ സ്ഥലത്ത് പോയി പ്രാർത്ഥിച്ച് അതിൻ്റെ 4 കോർണറിലും ഉപ്പിട്ട് പ്രാർത്ഥിച്ചു. അതുപോലെ മാതാവിൻ്റെ ഒരു പിക്ചർ ഇവിടുത്തെ സ്റ്റോറിൽ നിന്ന് മേടിച്ചിട്ട് വീടിൻ്റെ പുറത്തും അകത്തുമൊക്കെ ഞാനത് ഒട്ടിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അപ്പം അങ്ങനെ അതൊരു വലിയ അനുഗ്രഹം എനിക്ക് അമ്മ തന്നതാണ്. പിന്നെ ഹസ്ബൻഡ് ഒരു ജോലിയുടെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. കോവിഡിൻ്റെ സമയത്ത് അവിടെ ഇവരുടെ മാനേജ്മെൻറ്റ് ഷട്ട് ഡൗൺ ചെയ്യുകയും ഒത്തിരി സ്റ്റാഫിനെയൊക്കെ ഇവർ ടെർമിനേറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഹസ്ബൻഡ് ജോലി ടെമ്പററി ആയിട്ട് നിൽക്കുമായിരുന്നു. അപ്പോൾ ഒരു ടെൻഷനായിരുന്നു ഇനി ഏതും ടെർമിനേറ്റ് ആവുമോ എന്നുള്ളത്. അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചിരുന്നു, ഒന്നില്ലെങ്കിൽ ആ ജോലി അതുപോലെ തന്നെ അവിടെ നിലനിൽക്കാൻ മറ്റൊരു മാനേജ്മെൻറ്റ് വന്നത് ടേക്ക് ഓവർ ചെയ്യാനോ അല്ലെങ്കിൽ വേറെ സ്ഥലത്തേക്ക് ഇതുപോലെ തന്നെ ഒരു നല്ല ജോലി കിട്ടണമെന്നുള്ളത്. അപ്പോൾ കുറച്ച് നാൾ ടെമ്പററി ആയി നിന്നെങ്കിലും പിന്നീട് അതേ സ്ഥലത്ത് തന്നെ വേറൊരു മാനേജ്മെൻറ്റ് ടേക്ക് ഓവർ ചെയ്യുകയും ആ ജോലി പെർമനൻ്റായിട്ട് കിട്ടുകയും ചെയ്തു. അങ്ങനെ അതിനും അമ്മയോട് നന്ദി പറയണു. പിന്നെ എൻ്റെ ഈ വർഷം തന്നെ ജാനിൽ എൻ്റെ ഉടമ്പടി പുതുക്കാൻ ഞാൻ ഇവിടെ വന്നിരുന്നു. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിനെയും കൊണ്ടുവന്നു. അപ്പം പുള്ളിക്കാരൻ്റെ മാരേജ് ശരിയാവാണ്ട് വന്നിട്ട് ഞാൻ പറഞ്ഞ് ആളെ കൊണ്ടുവന്ന് ഉടമ്പടി എടുപ്പിക്കുമായിരുന്നു.
2 വർഷമായിട്ടും കല്യാണം നോക്കിയിട്ട് ശരിയാവണുണ്ടായിരുന്നില്ല. അങ്ങനെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഓൾമോസ്റ്റ് 2 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഒരു പ്രപ്പോസൽ വരികയും ആ കല്യാണം ഉറക്കുകയും ചെയ്തു. ആ കല്യാണം ഇപ്പോൾ ഈ കഴിഞ്ഞ മാസം ഏപ്രിൽ 28-നായിരുന്നു. അതും ഭംഗിയായി നടന്നു. അതും അമ്മ എനിക്ക് ഈശോ വഴി നേടിത്തന്ന വലിയൊരു അനുഗ്രഹമാണ്. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്തിരുന്നത് ഇവിടുന്ന് ന്യൂസ് പേപ്പർ മേടിച്ച് എനിക്ക് പറ്റുന്ന എല്ലാ സ്ഥലത്തും ഞാൻ കൊടുക്കുമായിരുന്നു. കൃപാസന ന്യൂസ് പേപ്പർ ബസ് സ്റ്റാൻഡിലും ഓട്ടോ സ്റ്റാൻഡിലും റെയിൽവേ സ്റ്റേഷനിലും ഒക്കെ കൊടുക്കുമായിരുന്നു. പക്ഷേ അത് കൂടാതെ എനിക്ക് കൂടുതൽ അത് പോരാ എന്ന് തോന്നിയിട്ട് ഞാൻ ഇവിടുന്ന് മാതാവിൻ്റെ സ്റ്റിക്കർ മേടിച്ചിട്ട് പബ്ലിക് ട്രാൻസ്പോർട്ടിലൊക്കെ ഒട്ടിക്കുമായിരുന്നു. അവരോട് ചോദിച്ചിട്ട് അവരുടെ സമ്മതത്തോടെ തന്നെ. അപ്പം ആൾക്കാർ അങ്ങനെ അറിയില്ലാത്തവർ അമ്മയെ അറിയണം എന്നുള്ള ആഗ്രഹത്തിൽ ബസ്സിലും ഓട്ടോറിക്ഷയിലും ഒക്കെ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഞാൻ ഈ പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ ഭാഗമായി തന്നെ ഈ ന്യൂസ് പേപ്പറിൻ്റെ ഒപ്പം 50 കുടുംബങ്ങൾക്ക് ഞാൻ ബൈബിളും കൊന്തയും അങ്ങനെ കൊടുക്കാമെന്ന് നേർന്നിരുന്നു. അപ്പോൾ ഞാനത് സ്വന്തമായിട്ട് വേറൊരു പബ്ലിക് ട്രാൻസ്പോർട്ട് യൂസ് ചെയ്യാതെ നടന്ന് തന്നെ പോവാമെന്ന് ആഗ്രഹിച്ച് അങ്ങനെ 50 കുടുംബങ്ങൾക്ക് ഇവിടുന്ന് ന്യൂസ് പേപ്പറും കൃപാസന പത്രവും പിന്നെ ബൈബിളും പിന്നെ ഈ കൊന്തയും കൂടിയായിട്ട് ഞാൻ അങ്ങനെ ഒരു പാക്കായിട്ട് 50 കുടുംബങ്ങൾക്ക് നടന്ന് തന്നെ കൊടുക്കുമായിരുന്നു. അത് അങ്ങനെ നടന്ന് പോകുമ്പോൾ എവിടെയാണ് പോണേ, എത്ര ദൂരെ പോയി എന്ന് പോലും ഞാൻ അറിയാറില്ല. അത് ആ സമയത്തൊക്കെ എൻ്റെ കൂടെ ഈശോയും അമ്മയും ഉണ്ടെന്നായിരുന്നു എൻ്റെ ഒരു വിശ്വാസം. അതായിരുന്നു ഞാൻ ചെയ്ത ഒരു പ്രേക്ഷിത പ്രവർത്തനം. പിന്നെ കാരുണ്യപ്രവൃത്തി ഓർഫനേജുകളിൽ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. മദർ തെരേസയുടെ ഒരു ഓർഫനേജ് ഉണ്ട്, അവിടെ കുട്ടികളെ പഠിപ്പിക്കാൻ പോയിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ കെയർടേക്കറായിട്ട് ഓൾഡ് ഏജ് ഹോമിൽ പോയിട്ടുണ്ട്. അവിടെ ഇതുപോലെ പ്രായമുള്ളവരെ നോക്കാനും അവരുടെ കാര്യങ്ങൾ അവർക്ക് ഭക്ഷണം കൊടുക്കാനും കുളിപ്പിക്കാനും അങ്ങനെ അവർക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കാൻ അങ്ങനെ നിന്നിട്ടുണ്ട്. പിന്നെ ഫുഡ് വീട്ടിൽ നിന്ന് ഉണ്ടാക്കി പിള്ളേർക്കും അല്ലെങ്കിൽ വഴിയിൽ ഉള്ളവർക്ക് അല്ലെങ്കിൽ ചിലപ്പോൾ ചില ദിവസങ്ങൾ ഞാൻ ഉപവാസം എടുക്കുമ്പോൾ അന്നത്തെ ദിവസത്തെ ഭക്ഷണം ഞാൻ മറ്റാർക്കെങ്കിലും കൊടുക്കാറൊക്കെ ഉണ്ട്. ഇതൊക്കെയാണ് ഞാൻ ചെയ്ത കാരുണ്യപ്രവൃത്തി.